അർബൻ മാവോയിസ്റ്റ് പ്രവർത്തനങ്ങളുടെ തെളിവായി പന്തീരങ്കാവ് മാവോയിസ്റ്റ് കേസ്. ഡിജിറ്റൽ തെളിവടക്കം NIA കണ്ടെടുത്ത കേസിൽ വിചാരണ പൂർത്തിയാവുകയാണ്. 2 മാസത്തിനുള്ളിൽ സാക്ഷി വിസ്താരങ്ങൾ പൂർത്തിയാക്കി അന്തിമ വിധിക്കായി കേസ് മാറ്റും. പുതിയ നിർണായക സാക്ഷികളെയും കേസിൽ വിസ്തരിച്ചിരുന്നു. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നു. രേഷ്മ, എന്താണ് വിവരങ്ങൾ? അർബൻ മാവോയിസ്റ്റ് പ്രവർത്തനങ്ങളുടെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് പന്തീരങ്കാവ് മാവോയിസ്റ്റ് കേസ്. 2019 നവംബറിലാണ് വിദ്യാർത്ഥികളായ അലിൻ ഷുഹൈബ്, താഹ ഫസൽ എന്നിവരെ UAPA ചുമത്തി അറസ്റ്റ് ചെയ്യുന്നത്. ആദ്യഘട്ടത്തിൽ കേരള പോലീസ് അന്വേഷിച്ച കേസ് UAPA ചുമത്തിയതോടുകൂടി NIA എത്തുകയായിരുന്നു. NIA നിർണായകമായിട്ടുള്ള ഡിജിറ്റൽ തെളിവുകൾ കണ്ടെടുത്തിരുന്നു. അതായത് ഇവർ ഈ ഒരു സംഘത്തിന് വേണ്ടി അർബൻ മാവോയിസ്റ്റ് പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള അതിൻ്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചില ആശയവിനിമയങ്ങൾ നടത്തിയതിൻ്റെ തെളിവുകൾ അടക്കമായിരുന്നു NIA അന്വേഷണ സംഘം കണ്ടെടുത്തിരുന്നത്. ഈ കേസിൻ്റെ വിചാരണ 2 മാസത്തിനുള്ളിൽ പൂർത്തീകരിക്കും എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. അതായത് 2 മാസത്തിനുള്ളിൽ സാക്ഷി വിസ്താരം പൂർത്തിയാക്കിയതിനു ശേഷം അന്തിമ വിധിക്കായിട്ട് ഈ കേസ് മാറ്റുക തന്നെ ചെയ്യും. എന്തായാലും വിജിത്ത് വിജയൻ, അതോടൊപ്പം തന്നെ CP ഉസ്മാൻ ഉൾപ്പെടെയുള്ളവരായിരുന്നു ഈ കേസിലെ പ്രധാനപ്പെട്ട പ്രതികൾ. ലഘുലേഖകളടക്കം മാവോയിസ്റ്റ് ഈ ഒരു കേസിൽ, പന്തീരങ്കാവ് മാവോയിസ്റ്റ് കേസിൽ അലിൻ ഷുഹൈബിന്റെയും താഹ ഫസലിന്റെയും പക്കൽ നിന്ന് അന്വേഷണ സംഘം കണ്ടെടുക്കുകയും ചെയ്തിരുന്നു. എന്തായാലും വീണ്ടും അന്ന് പിൻവലിഞ്ഞ അർബൻ മാവോയിസ്റ്റ് സംഘങ്ങൾ വീണ്ടും ശക്തിപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ മറ്റൊരു വിവരം. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ കൊച്ചിയിൽ തന്നെ ഒരു കൂട്ടായ്മ ഐക്യദാർഢ്യ സമ്മേളനം സംഘടിപ്പിക്കപ്പെട്ടു. അതിൽ സിദ്ദിഖ് കാപ്പൻ ഉൾപ്പെടെയുള്ള UAPA കേസ് പ്രതികളും അതോടൊപ്പം തന്നെ ഈ അർബൻ മാവോയിസ്റ്റ് പ്രവർത്തനങ്ങളിൽ നേരത്തെ പങ്കാളികളായിരുന്ന അലിൻ ഷുഹൈബ് ഉൾപ്പെടെയുള്ളവരും ഉണ്ടായിരുന്നു. എന്തായാലും ഇക്കാര്യത്തിൽ കൂടുതൽ അന്വേഷണത്തിലേക്കും നിരീക്ഷണത്തിലേക്കും വിവിധ അന്വേഷണ വിഭാഗങ്ങൾ കടക്കുന്നുണ്ട്. പന്തീരങ്കാവ് മാവോയിസ്റ്റ് കേസിൽ 200ഓളം പ്രോസിക്യൂഷൻ സാക്ഷികളാണ് ഉള്ളതിൽ. അതിൽ തന്നെ സർക്കാർ ഉദ്യോഗസ്ഥരടക്കം ഈ കേസിന്റെ നിർണായകമായിട്ടുള്ള സാക്ഷികളായിരുന്നു. ഇവരുടെ വിസ്താരം അടക്കം പൂർത്തീകരിച്ചുകൊണ്ടാണ് 2 മാസത്തിന് ശേഷം ഈ പറയുന്ന കേസിൽ അന്തിമ വിധിക്കായിട്ട് കേസ് മാറ്റുക. എന്തായാലും ഈ അർബൻ മാവോയിസ്റ്റ് സംഘങ്ങൾ വീണ്ടും ശക്തിപ്പെടുന്നു എന്നുള്ളതിന്റെ ഒരു ഉദാഹരണം തന്നെയാണ് കൊച്ചിയിൽ സംഘടിപ്പിക്കപ്പെട്ട ഐക്യദാർഢ്യ സമ്മേളനം. റിജാസിനെ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ആ സമ്മേളനം സംഘടിപ്പിക്കപ്പെട്ടത്. എന്തായാലും ഈ അർബൻ മാവോയിസ്റ്റ് കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ അർബൻ മാവോയിസ്റ്റ് പ്രവർത്തനങ്ങളെ കൃത്യമായിട്ട് കേന്ദ്രീകരിക്കുകയും ഒപ്പം തന്നെ ഏകോപിപ്പിക്കുകയും ചെയ്തിരുന്ന 2 പേരുടെ അവരുമായി ബന്ധപ്പെട്ടുള്ള കേസിൽ വിചാരണ ഉടൻ തന്നെ പൂർത്തിയാക്കി കേസ് അന്തിമ വിധിക്കായിട്ട് മാറ്റും. ശരി, അർബൻ മാവോയിസ്റ്റ് പ്രവർത്തനങ്ങളുടെ തെളിവായി പന്തീരങ്കാവ് മാവോയിസ്റ്റ് കേസ് വരുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു രേഷ്മ ബാബു.